ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായി വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട് ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പം എന്താണേലും വീഡിയോ എടുക്കാൻ തന്നെ വിചാരിച്ചു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് 5th മന്തായി. അപ്പം വീട്ടിലേക്ക് പ്രസവത്തിന് കൊണ്ടുപോകുന്ന ചടങ്ങ് നടക്കുകയാണ്. ഒരുപാട് വലിയ ചടങ്ങായിട്ട് വലിയ ഫങ്ഷനൊന്നുമല്ല, കുറച്ച് ആൾക്കാർ വെച്ചിട്ട് നമ്മൾ വീട്ടിൽ ചെറിയൊരു പരിപാടി ചെയ്യുകയാണ്. അപ്പോൾ എന്താണേലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് 5ാമത്തെ മാസമാണ്. സാധാരണ 7ാമത്തെ മാസമാണ് കൊണ്ടുപോകുന്നത്. 7ാമത്തെ മാസം എനിക്ക് നാൾ വരുമ്പം ശരിയാവില്ല. അത് കാരണമാണ് 5ാമത്തെ മാസം കൊണ്ടുപോകുന്നത്. 5ാമത്തെ മാസം ആയതുകൊണ്ട് തന്നെ 5 കൂട്ടം പലഹാരവും വീട്ടിൽ നിന്ന് 5 പേരുമാണ് വരുന്നത്. പക്ഷെ പ്രതീക്ഷിക്കാതെ 2 പേരും കൂടെ വീട്ടിൽ നിന്ന് വന്നതുകൊണ്ട് 7 പേരാണ്. 5, 7, 9 ആ ഒരു കണക്കിലാണ് സാധാരണ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ വരാറ്. അപ്പോൾ എന്താണേലും വീട്ടിൽ നിന്ന് 7 കൂട്ടം പലഹാരവും 7 പേരുമായിട്ടാണ് വന്നിട്ടുള്ളത് 5ാമത്തെ മാസം. അപ്പം വീട്ടിൽ നിന്ന് ചേച്ചിയും ചേട്ടനും ചേട്ടൻ്റെ അമ്മയും അതുപോലെ തന്നെ എൻ്റെ അപ്പയും പിന്നെ എൻ്റെ 2 നെയ്ബേഴ്സും അച്ഛനും കൂടെയാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലും ഡെന്നിയുടെ റിലേറ്റീവ്സും ഉണ്ട്. അപ്പം ഞാൻ ഹിന്ദുവും ഡെന്നി ക്രിസ്ത്യാനിയും ആയതുകൊണ്ട് നമ്മൾ 2 രീതിയിലുള്ള ചടങ്ങും നടത്തുന്നില്ല. പിന്നെ പ്രസവത്തിന് വിടുന്ന ചടങ്ങുകളെല്ലാം ഏകദേശം ഞങ്ങൾ നോക്കിയപ്പോൾ എല്ലാം ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ്, ഒരുപാട് വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ നടത്തുകയാണ്. അപ്പം വൈകുന്നേരം 3 മണിക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്. അത് സമയമൊക്കെ നോക്കിയിട്ടാണ് നമ്മളത് രാഹുകാലമൊക്കെ നോക്കിയാണ് ഇറങ്ങേണ്ടത്. വീട്ടിൽ നിന്ന് 3 മണിക്ക് ഇറങ്ങണം. 2 മണിയൊക്കെ ആയപ്പം വീട്ടിൽ അച്ഛനൊക്കെ എത്തുന്ന രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ വരുന്ന വഴിക്ക് കുറച്ച് അവർ ലേറ്റായി. 2:30 കഴിഞ്ഞു വന്നപ്പോൾ തന്നെ വീട്ടിൽ നമ്മൾ ചെറിയ ഒരു ഫുഡ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പവും കറിയും ഒക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ തന്നെ അവർ ഫുഡൊക്കെ കഴിച്ചു. വന്നപ്പോൾ നമ്മൾ ചെറിയൊരു ഡ്രിങ്കൊക്കെ കുടിക്കാൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവർ ചായയും അപ്പവും ഒക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ നമ്മൾ പ്രാർത്ഥനയും കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഒരുപാട് വലിയ ചടങ്ങുകളൊന്നുമില്ല. ഭക്ഷണം കഴിക്കുന്നു, പ്രാർത്ഥന കൂടി നമ്മൾ ഇറങ്ങുന്നു, അത്രയേ ഉള്ളൂ. വളയിടലോ വളകാപ്പ് അങ്ങനത്തെ ചടങ്ങുകളൊന്നും നമ്മുടെ ഭാഗങ്ങളിൽ, അതുപോലെ തന്നെ പൊങ്കാല അങ്ങനത്തെ ഒന്നും നമ്മളുടെ ആ ഒരു ഭാഗത്തൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ചെറിയ ചടങ്ങായിട്ട് നമ്മൾ ചെയ്യുമായിരുന്നു. കണ്ടു നോക്കിക്കോളൂ. ഉഭയകുശല ചിരജീവന പ്രസുഖ ഭരിത മഞ്ജുളതര സിംഗാരേ സഞ്ചാരേ അധര രുചിത മധുരിത ഭഗ സുധന കനക പ്രശമ നിരത ബാന്ധവ്യേ മാംഗല്യേ മമ തവ സതി സമദശ ശത മുദ മന ശുഭ സുമന ലയിവ സുസുത സഹിത കാമം വിരഹരഹിത ഭാവം ആനന്ദ ഭോഗം ആജീവകാലം പാശാനുബന്ധം കാലാനുകാലം ദൈവാനുകൂലം കാമ്യാർത്ഥ സിദ്ധിം കാമയേ ഉഭയകുശല ചിരജീവന പ്രസുഖ ഭരിത മഞ്ജുളതര സിംഗാരേ സഞ്ചാരേ അധര രുചിത മധുരിത ഭഗ സുധന കനക പ്രശമ നിരത ബാന്ധവ്യേ മാംഗല്യേ മമ തവ സതി സമദശ ശത മുദ മന ശുഭ സുമന ലയിവ സുസുത സഹിത കാമം വിരഹരഹിത ഭാവം ആനന്ദ ഭോഗം ആജീവകാലം പാശാനുബന്ധം കാലാനുകാലം ദൈവാനുകൂലം കാമ്യാർത്ഥ സിദ്ധിം കാമയേ ഉഭയകുശല ചിരജീവന പ്രസുഖ ഭരിത മഞ്ജുളതര സിംഗാരേ സഞ്ചാരേ അധര രുചിത മധുരിത ഭഗ സുധന കനക പ്രശമ നിരത ബാന്ധവ്യേ മാംഗല്യേ മമ തവ സതി സമദശ ശത മുദ മന ശുഭ സുമന ലയിവ സുസുത.
അങ്ങനെ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. 3-5 ആയപ്പോൾ ഇറങ്ങി. 5 മണിക്കുള്ളിൽ എൻ്റെ വീട്ടിൽ നമ്മൾ കയറണം. ആ ഒരു രീതിയിലാണ് ടൈമിംഗ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഡെന്നിയുടെ വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് ഒരു അരമണിക്കൂർ, 20 മിനിറ്റ് അരമണിക്കൂർ അത്രയും ദൂരമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ്. വീട്ടിൽ ചെന്നിട്ട് പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നുമില്ല. അമ്മയുടെ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. നേരെ നമുക്ക് വീട്ടിലേക്ക് കയറിപ്പോകാം. ആ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം അത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരാം, വന്നും പോയി നിൽക്കാം. പിന്നെ വരുന്നതിനോ പോകുന്നതിനോ ഒന്നും കുഴപ്പമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.